നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺകാർ വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മെയ് വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്സവവും പെരുന്നാളും അല്ലേ, എല്ലാ രീതിയിലും തകർത്തുകൊണ്ടിരിക്കുന്നു. സിനിമ കാണലും എല്ലാം നല്ലതാണ്, IPL എല്ലാ രീതിയിലും നല്ലതാണ്. പക്ഷേ പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ നടക്കുന്നുണ്ട്. റിസൾട്ട് ഒരുപക്ഷെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് എന്തായാലും പ്ലസ് വൺ ഉള്ളൂ. എന്തായാലും മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യം വരുമെന്നാണ് ഇപ്പോഴത്തെ രീതിയിൽ. സ്ട്രെച്ചിൽ പോയി കഴിഞ്ഞാൽ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യം. എന്തായാലും സ്കൂൾ തുറക്കുമ്പോഴത്തേന് നിങ്ങളുടെ റിസൾട്ട് ഓക്കെയാണ്. അന്നേരം ഈ പറഞ്ഞ പോലെ മറ്റൊരു മറുവശമുണ്ട്. പ്ലസ് ടുവിന് ഈ പറയുന്ന തോൽവി ഉള്ളവരുടെ എണ്ണവും ഈ പറഞ്ഞ പോലെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ചെയ്തോളാം. അന്നേരം മാർക്ക് കുറവുള്ളവർ, അതായത് 5ഉം 6ഉം 0 മാർക്ക്, പ്ലസ് ടുക്കാരെ വിട്ട് 0 മാർക്ക് മേടിച്ചവർ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനിൽ പോലും 0 മാർക്ക് മേടിച്ചിട്ടുള്ളവർ കഷ്ടപ്പെട്ട അധ്യാപകർ 1 മാർക്കാക്കി ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും വാല്യുവേഷനകത്ത് ഒരുപാട് തോൽവികളുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത വർഷം എന്ന് പറയുന്ന വർഷത്തോടാണ്. അതുകൊണ്ട് വെരി സീരിയസ്. പ്ലസ് ടു നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കുക. പ്ലസ് വൺ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളവർ കാണും. പക്ഷേ വാല്യുവേഷൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ചെയ്യാൻ എന്തായാലും വീഡിയോ പറയുന്നതായിരിക്കും. എന്തായാലും മെയ് അവസാനം ജൂൺ ആദ്യം നിങ്ങളുടെ പ്ലസ് വൺ പബ്ലിക് റിസൾട്ട് റിലീസ് ചെയ്യും. പടങ്ങൾ റിലീസ് ചെയ്യും. പ്രാർത്ഥിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. പ്ലസ് ടു നല്ല കിടലനായിട്ട് പഠിക്കുക. വേറെ ഓപ്ഷൻസ് ഇല്ല. ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെങ്കിൽ എംബിരുമായിട്ട് പഠിച്ചാലേ ബാലൻസ് ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഈ പോകുന്നതായിരിക്കും പ്ലസ് ടു. വളരെ സൂക്ഷിക്കുക. കാരണം പ്ലസ് വൺ പ്ലസ് ടു കൂട്ടുന്നതാണ് പ്ലസ് ടുവിൻ്റെ ഫൈനൽ മാർക്ക്. സോ വളരെ സീരിയസ്. നെവർ എവർ ഗിവ് അപ്പ്.